റിസർച്ച് ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നവരും അങ്ങനെ കുറവൊന്നുമല്ല. പക്ഷെ ഞാനിപ്പോൾ പ്രേക്ഷകരിലേക്ക് ഒരു അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഈ അതിഥി ആൾ നിസ്സാരക്കാരനല്ല. പ്രത്യേകിച്ച് ലോട്ടറി ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും പുള്ളിയെ നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. കണ്ണൂർ പഴയങ്ങാടി ഏഴോം സ്വദേശിയാണ് അദ്ദേഹം. പേര് പ്രകാശൻ എന്നാണ്. അപ്പോൾ പ്രകാശനാണ് ഇപ്പോൾ എന്നോട് ചേരുന്നത്. പ്രകാശൻ ഇത്തവണ ഓണം ബമ്പറായിട്ട് എടുത്ത ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 93 എണ്ണമാണ്. ഇത് പ്രകാശൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ ഓണം 100 ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രകാശൻ. എന്തായാലും പ്രകാശനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമസ്കാരം പ്രകാശൻ. നമസ്കാരം. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ 100 ടിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 50,000 രൂപ മുടക്കിയിട്ടുണ്ടല്ലേ കഴിഞ്ഞ കൊല്ലം? അതെ, 100 ടിക്കറ്റ് തരുമ്പോൾ ഒരു ടിക്കറ്റിന് 500 വരും. അപ്പോൾ 100 ടിക്കറ്റ് തരുമ്പോൾ 50,000 രൂപ. അങ്ങനെ കല്ലും മണ്ണും ചേർന്നിട്ട് രാവിലോട്ട് 7 മണിക്ക് പണിക്ക് പോയാൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഉച്ചവരെ നാടൻ പണിയെടുത്തിട്ട് ആ പണിയെടുത്ത പൈസ 1000 രൂപ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പോയിട്ട് കല്ല് 2-ാം നിലക്കും 3-ാം നിലക്കും കയറ്റിയ പൈസ. അതിലൊരു തുക മാറ്റി വെച്ചിട്ടാണ് ഞാൻ മദ്യം കഴിക്കില്ല. ആ മദ്യം കഴിക്കുന്ന പൈസ വേറെ മാറ്റി വെച്ചിട്ടാണ് ആ പൈസക്കാണ് ഞാൻ ഈ ബമ്പർ എടുക്കുക. ബമ്പർ ഇറങ്ങിയ നമ്മളെ തമ്പുരാന്മാർ പറയും, പിന്നെ നിങ്ങളെ കൈനീട്ടം നല്ലതാണ്. ഫസ്റ്റ് നിങ്ങൾ എടുത്താൽ കഴിഞ്ഞാൽ ഭയങ്കര ചിലവാകും. അപ്പോൾ ഒരാളെ കൈനീട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് എടുക്കും. ഒരു ബുക്കാണ് എടുക്കില്ല, മറ്റേ കണ്ടമാനം എടുക്കില്ല, ബുക്ക് എടുക്കും. ഇപ്രാവശ്യം ബുക്ക് ഒരു 7-6 ബുക്ക് പഴയങ്ങാടി തമ്പുരാൻ നടത്തി അവിടുന്ന് എടുക്കുള്ളൂ. കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. പ്രകാശ് ഒരു മിനിറ്റ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഇത്രയും ടിക്കറ്റ് എടുത്തോളൂ, 100 ടിക്കറ്റ് എടുത്തോളൂ, എത്ര രൂപ അടിച്ചു? എന്തെങ്കിലും അടിച്ചോ? അതായത് എന്താണ് സാഹചര്യം? എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 100 ടിക്കറ്റ്? അതിലൊരു രണ്ടാം സെക്കൻഡ് കിട്ടുന്ന വിചാരിച്ചു. അതിലൊന്നും കിട്ടിയില്ല. ഒരു 5000 കിട്ടി. ഒരു 5000 3,500 കിട്ടി. അതാണ് എൻ്റെ മനസ്സിലുണ്ട്. ഒരു 5000 3,500 6,500 രൂപ കിട്ടിയല്ലേ? 6,500 രൂപ കിട്ടി. 3,500 അത് അത്രേ കിട്ടില്ലോ. അത് ചില ആളെ എൻ്റെ കൈയാണ്ടാൽ മതി ചേരിപ്പാണ്ടേ പോലെ തയമ്പ്. അപ്പോൾ ചില ആളെന്ന് വെച്ചാൽ പൈസക്കാരെടുത്താൽ പൈസക്കാരെ കടിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ലോട്ടറി എടുക്കുന്ന ആൾക്കും വേണ്ടിയിട്ട് ഇത്രയും ലോട്ടറി എടുത്തിട്ട് ഇന്ന് വരെ ഒരു പൈസയില്ല. അതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ മരുവക്ക് നല്ലൊരു വീടെടുത്ത് കൊടുക്കണം. അത്രയൊക്കെ എൻ്റെ പങ്ങക്കും മരുവക്ക് നല്ലൊരു അടിയിൽ വീടെടുക്കണം. ഒരു കോടിയും കടിച്ചാൽ മതി. ഫസ്റ്റെങ്കിലും 1 കോടി. അതിൽ പ്രതീക്ഷയില്ല. ഇന്നും നാളെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോൾ 93 100 തേഞ്ഞിട്ടില്ല. ഒരു 7 ടിക്കറ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 100 ആവില്ലേ? എന്തുകൊണ്ട് 93 നിർത്തിയത്തോണ? 93 കഴിയുമ്പോൾ 7 ടിക്കറ്റ് ഉണ്ടെങ്കിൽ 3,500 വേണം. അതിപ്പോൾ എൻ്റെ കൈമിലില്ല, കുറവാണ്. 2,000 രൂപയിൽ പിന്നെ 100 തേക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതായാലും പാലക്കാട് ചെന്നൈ പോയി ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളെ അതെ അത് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ഉച്ചക്കുള്ളിൽ ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ പാടെ ഞാൻ പഴയങ്ങാടി തമ്പുരാൻ ഞാൻ എടുക്കലില്ലൂ സാറേ. അവിടെ നിന്ന് എടുക്കുള്ളൂ. ഹലോ, അവിടെ നിന്ന് എടുക്കുള്ളൂ. അത് തീരുമാനമാണ്. പഴയങ്ങാടി തമ്പുരാൻ ഇന്ന് വരെ എടുത്തില്ലു. അവിടുന്ന് ഞാനിപ്പം അവിടുന്ന് ഞാൻ പിന്നെ 6 ബുക്ക് എടുത്തു. പിന്നെ 60 ടിക്കറ്റ് ബുക്ക്, അത് DC അടക്കം. അപ്പോൾ അത് 5000 വരുന്നില്ല. ഒരു ബുക്കിന് 4,100 വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ DC എൻ്റെ കൈമിലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് എടുക്കില്ല. അവിടുന്ന് എടുക്കുള്ളൂ, വേറെ എവിടുന്ന് എടുക്കൂല. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അടിക്കും. അത്രയാണ് എനിക്ക് പ്രതീക്ഷ. നമുക്ക് ഒരു അടിക്കില്ല. ഞാൻ പറയാണ് ചേട്ടാ. ഇപ്പം തുടക്കത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കാറില്ല. പൈസ പോകുന്നെങ്കിൽ അത് ഞാൻ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു അധ്വാനിച്ച് അതിൻ്റെ പൈസ ഉണ്ടാക്കി ലോട്ടറി എടുക്കുക എന്നുള്ളത്. ഈ മദ്യപാനം അതെങ്ങനെ കാണുന്നത്? ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഇപ്പോൾ ഓണം വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ഓണം ബമ്പറാണോ, അതുകൊണ്ട് നമുക്ക് ഓണം തന്നെ സംസാരിക്കും. ഇത്തവണയും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഉണ്ടായത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മദ്യത്തിന് വേണ്ടി മലയാളികൾ മാറ്റി വയ്ക്കുന്ന തുക, ലോട്ടറിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന തുകയൊക്കെ? അതിലെനിക്ക് മദ്യം മദ്യം തന്നെ ഏറ്റവും വലിയ മോശം കാര്യമാണ്. എന്നുവെച്ചാൽ പണ്ട് കാലത്ത് വെച്ചാൽ എല്ലാവരും പണിയെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഗ്ലാസ് കള്ളു കുടിക്കും. അത് തടിക്ക് ഒരു ക്ഷീണം പോകാൻ വേണ്ടി. ഇന്ന് മദ്യമല്ല. ഇന്നെന്ന് വെച്ചാൽ മദ്യ പോലത്തെ മദ്യമല്ല. ഇന്ന് വെച്ചാൽ ലഹരിയായി മാറി. മദ്യം എന്ന് വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ എല്ലാ നാശത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ മദ്യത്തിൽ എനിക്ക് എതിർപ്പാണ്. മദ്യം തന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ ഇതിൽ ഫസ്റ്റ് വീണാൽ ഒരാൾക്ക് ഞാൻ മദ്യം മുണിച്ചു കൊടുക്കില്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ലോട്ടറി എന്ന് പറഞ്ഞാൽ കൈയും കാലും പിന്നെ ഒന്നും ഇല്ലാത്ത ആൾ ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്ന ആളുണ്ട്. ഇരക്കുന്നതിനെക്കാട്ടി കഷ്ടമാണ് ലോട്ടറി വിൽക്കുന്നവർ. അവർ ചില 5000 മുന്നില്ലെങ്കിൽ ആട്ടും പൂട്ടും എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ലോട്ടറിയിൽ എത്രയോ ആൾ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന നമ്മുടെ സർക്കാർക്കും ഒരു തുക കിട്ടുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ലോട്ടറി ഇന്ന് വരെ എടുത്ത്. ഇനിയിപ്പോൾ അടുത്ത ബമ്പർ കണക്ക് എടുക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ പ്രായം കൂടിക്കൊടുക്കുന്നില്ലേ. ഇനിയും ബമ്പറുകൾ എടുക്കണം, നമ്മൾ ഇനിയും ഭാഗ്യ പരീക്ഷണം നടത്തണമെന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 100 ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇത്തവണ 93 നിൽക്കുമ്പോൾ അത് വീണ്ടും 100 അടിക്കണം, ഒരു സെഞ്ചുറി തേക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
എന്നാ പിന്നെ ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞ പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ 6500 നിൽക്കൂല ഇത്തവണ. പ്രകാശൻ ചേട്ടൻ ഒരു വലിയ നമ്പർ അടിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ എത്ര നാളെ ചേട്ടാ ഈ ഇങ്ങനെ ടിക്കറ്റുകൾ എടുക്കാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്താൻ തുടങ്ങിയിട്ട്? ടിക്കറ്റ് നമ്മൾ 10-20 കൊല്ലം 20 കൊല്ലത്തിലുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അല്ല ഇതിലേക്ക് 20 കൊല്ലമല്ലേ? പ്രകാശൻ ചേട്ടൻ 20 കൊല്ലം ആകുമ്പോൾ എങ്ങനെയാണ് ഈ 20 കൊല്ലത്തിലെ ആദ്യത്തെ വർഷം നമുക്ക് ഒന്ന് പുറകിലോട്ട് പോവാം. നമുക്കൊന്ന് 20 കൊല്ലത്ത് പുറകിലോട്ട് പോവാം. ഇത് ആദ്യമായിട്ട് ലോട്ടറി എടുക്കാമെന്ന് തീരുമാനിക്കുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്താണ്? ലോട്ടറി തീരുമാനിക്കുന്ന വെച്ചാൽ എൻ്റെ അമ്മ ആദ്യം പറഞ്ഞു, മോനെ നീ കള്ളൊന്നും കുടിക്കാൻ പാടില്ല, ലോട്ടറി വേണമെങ്കിൽ അത്യാവശ്യം എടുത്തു, പക്ഷേ കൂടുതൽ ഓവർ മോനെ മദ്യം കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കുന്നത് ഏറ്റവും മോശമാണ്, അതുകൊണ്ട് ലോട്ടറി എടുത്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലോട്ടറി ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകനൊരു ലോട്ടറി അടിച്ച് തരാം. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഭയങ്കരമാണെന്ന് വെച്ചാൽ ഒഴുകിപ്പോകുന്ന പക്ഷിയും പറന്നു പോകുന്ന പക്ഷിയും എല്ലാം നിന്നു, അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. സാറിന് മനസ്സിലായിട്ടില്ല? ഒഴുകിപ്പോകുന്ന വെള്ളവും പറന്നു പോകുന്ന പക്ഷിയും നിന്നു, അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. പക്ഷേ അമ്മക്ക് സുഖം കിട്ടിയില്ല. അമ്മനെ ഞാൻ നോക്കിനി, പൊന്നുപോലെ നോക്കിനി. പക്ഷേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഒരു പ്രൈസും കൂടി കിട്ടിയാലേ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ പൊങ്ങൾക്ക് ഒരു വീട് എടുത്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ എൻ്റെ അമ്മക്ക് ശാന്തി കിട്ടുമല്ലോ. വേണമെങ്കിൽ ഈ ലോട്ടറി അടിച്ചിട്ട് വല്ല കാറ് പണിക്കണം, ഹെൽമെറ്റ് വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. 25 കോടി അടിച്ചാൽ ഞാൻ സൈക്കിളെ സഞ്ചരിക്കുള്ളൂ, നാടൻ പണി എടുക്കും. 25 കോടി അടിച്ചാൽ ഒരു 12 കോടിയേ കിട്ടുള്ളൂ. അതിൽ നല്ലൊരു പൊങ്ങൾക്ക് നല്ല അടിപൊളി വീട് എടുത്ത് കൊടുക്കണം എൻ്റെ ആഗ്രഹം. എൻ്റെ വീട് അതേപോലെ മതി, വാതിലില്ലാത്ത വീട് മതി, എനിക്ക് അത്രയും ആഗ്രഹമില്ല. ഇല്ല പ്രകാശൻ ചേട്ടൻ ഇപ്പോൾ പറയുമ്പോൾ ഇപ്പം അമ്മ പറഞ്ഞു മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി പൈസ ചിലവാക്കരുത് എന്ന് പറഞ്ഞു. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ് പ്രകാശൻ ചേട്ടാ, അപ്പോൾ അതേ വാക്കുകൾ ഇങ്ങനെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്? ഇങ്ങനെ മദ്യപാനത്തിനോടുള്ള ഒരു നിരോധനം നമ്മൾ ജീവിതകാലം മുഴുവൻ ഇതുവരെ പുലർത്തിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അതായത് എൻ്റെ അച്ഛൻ മദ്യപാനം വന്നു, അത് അച്ഛനെ കുറേ അമ്മേനെ തല്ലലും പിന്നെ നിയന്ത്രിക്കില്ല. അപ്പോൾ അമ്മക്ക് മദ്യപാനം കഴിക്കുന്ന ആളെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചില എൻ്റെ അമ്മ പറഞ്ഞു, മോനെ തലയിൽ വെച്ച് കൈ വെച്ചിട്ടാണ് പറഞ്ഞു, മോനെ മദ്യം കഴിക്കാൻ പാടില്ല. ഇന്നും മദ്യം തൊട്ടിട്ടില്ല. അമ്മ മരിച്ചിട്ട് 3-4 കൊല്ലേ, ഇനി ഞാൻ മരിക്കുന്നവരെ മദ്യം കഴിക്കൂല. ഇനിയിപ്പോൾ ലോട്ടറി അടിച്ചില്ലെങ്കിൽ എനിക്ക് ടെൻഷനില്ല, ഭാഗ്യമില്ല. പറഞ്ഞു ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു പൈസ കിട്ടുന്ന ഒരു ആഗ്രഹമാണ്. വെച്ചാൽ ആളെല്ലാം കുറേ ആളെ കളിയാക്കുന്നു. അങ്ങനെ ഞാൻ പാർട്ടിൻ്റെ ആളാണ്, പക്ഷേ നമ്മളെ മുഖ്യമന്ത്രി നല്ല നല്ല കാര്യങ്ങളല്ലേ, അതിനിപ്പോൾ അയാളെ പറ്റി എന്തെല്ലാം കമൻറ്റ് ഇടുന്നത് അത് വിഷയമല്ല, അതെല്ലാം ഓരോ ഇതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം ചില ആൾ പല കമൻറ്റ് ഇടും. ചില ആൾ അതിൻ്റെ മോനല്ലേ, ഓനെന്താ ഒരു ബാൽ കൂട്ടിക്കൂടെ, അതെല്ലാം പറയും. അപ്പോൾ അതെല്ലാം ഒരു വാവാം. പക്ഷേ അതാ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി നല്ല കാര്യം ചെയ്തിട്ട് ആൾ ഇതുവരെ അടിച്ചതിൽ ഏറ്റവും വലിയ തുക പറഞ്ഞിട്ട്, മോനെ ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഇതുവരെ അടിച്ചതിൽ ഏറ്റവും വലിയ തുക ഏതാണ്? ഇതുവരെ അടിച്ചതൊരു 10,000 5,000 അങ്ങനെ കിട്ടില്ല. ഒരു സെയിം എടുക്കല്, സെയിം എടുത്ത ഒരു പ്രാവശ്യം 60 കിട്ടി, 60,000 രൂപ കിട്ടി. 60,000 രൂപയ്ക്ക് 30,000 രൂപയ്ക്ക് സെയിം എടുത്തിനും, അതിലും കിട്ടിയിട്ടില്ല. 60 ഒരു ഇത് അത് കിട്ടിയത് കുറേ. അത് 60 ലക്ഷം പോയിട്ടാണ് ഒരു ദിവസം 60 കിട്ടി, 60,000 കിട്ടി. അതിലത്തെ അർത്ഥം അതിലൊന്നുമില്ല. പക്ഷേ ഇതിലൊരു എന്തെങ്കിലും സെക്കൻഡ് ഒരു കോടി കിട്ടിയാലും മതി എൻ്റെ പ്രതീക്ഷ. 20 പേർക്കുണ്ട് ഒരു കോടി. കിട്ടിയില്ലെങ്കിൽ ഞാൻ ആളെ മൂത്ത് നോക്കില്ല, അത്രയും ആ കണ്ടീഷനില്ല. എന്ന് വെച്ചാൽ ആൾ കളിയാക്കി, നിനക്ക് ഈ പ്രാവശ്യം 1 കോടിയെങ്കിലും അടിക്കുന്നത്. പഴയ കാലത്ത് ആകുമ്പോൾ ഒരിക്കലും അടിക്കില്ല, അവരങ്ങനെ നിങ്ങൾ. ഞാൻ ഈ ഭാഗ്യം കൊണ്ട് ആണെന്ന് അടിക്കും. ഞാൻ മരിക്കുന്നവരെ ആടുന്ന് എടുക്കുള്ളൂ. ചില ആളെ പാലക്കാട് പോയി എടുത്തോ, ഗുരുവായൂർ പോയി എടുത്തോ എല്ലാം പറയും. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരം ആടെല്ലാം പോയി എടുത്തിനി, പക്ഷേ അടിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ 100 ബമ്പർ എന്ന് വെച്ചാൽ അതിൽ 50 ബമ്പർ ഞാൻ തിരുവനന്തപുരം പോയിട്ട് എടുത്തിനി. അവിടെ പോയി പൽപ്പന സ്വാമിക്ക് പോയി തോതു നടയിൽ നിന്ന് ഒരു 50 ടിക്കറ്റ് എടുത്തിനി, എൻ്റെ അതിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ പഴയങ്ങാടി തമ്പുരാനെ നിർത്താൻ മതി, അവിടെ നിന്ന് ഞാൻ എടുക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്ന് സാറിന് പറയാമെന്ന് പറയാം. അല്ല അതെന്താ അങ്ങനെ ഒരു വാശി, പഴയങ്ങാടി അവിടെ നിന്ന് എടുക്കുള്ളൂ എന്നുള്ളത്? അല്ല, ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ പല സൈറ്റിൽ നിന്ന് വരുന്നില്ല. നമ്മൾ കേരള സർക്കാരിന്റെ ഒരു സൈറ്റിൽ നിന്ന് വരുന്ന ലോട്ടറി അല്ലേ, ബാക്കി നമുക്ക് കാണുന്നടിക്കാം. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ചരിത്രം അങ്ങനെയല്ലോ, പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അടിച്ചത്. പാലക്കാട് ടിക്കറ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഭാഗ്യപരീക്ഷണം ആകുമ്പോൾ പലതും ഭാഗ്യത്തിന് അടിസ്ഥാനത്തിലല്ലേ പോകുന്നത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, എൻ്റെ മനസ്സെങ്ങനെ, ഞാനിപ്പം എൻ്റെ തമ്പുരാനെ എൻ്റെ വിശ്വാസം അങ്ങനെ ഒന്നും. എൻ്റെ കയ്യിലുണ്ട ബുക്കുണ്ടാ, ഇത്തിരി ബുക്ക് എടുക്കല്. 1 ബുക്ക്, 2 ബുക്ക്, 3 ബുക്ക്, 4 ബുക്ക്, 5 ബുക്ക്, 6 ബുക്ക്, 7 ബുക്ക് എല്ലാം കൂടി 93 ടിക്കറ്റ് ഉണ്ട്. ഒരു സാധാരണ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ഇത്രയും ടിക്കറ്റ് എടുത്തത്. എത്രയോ ലക്ഷങ്ങൾ ഞാൻ സർക്കാരിന് വേണ്ടിയിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ലോട്ടറി എടുക്കുന്നുണ്ട്. 93 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അല്ല ഒന്ന് സപ്പോസ് വിചാരിക്കുക പ്രകാശൻ ചേട്ടാ, ഞാനും പ്രാർത്ഥിക്കാം, പ്രകാശൻ ചേട്ടൻ ഒരു ബമ്പർ അടിക്കുകയാണ്, 25 കോടി അടിക്കാമെന്ന് വിചാരിച്ചു. 1 കോടി വേണ്ട, നമുക്ക് 25 തന്നെ നിർത്താം. നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം ആഗ്രഹിക്കാം. അത് കിട്ടിയെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും ചെയ്യാൻ പോകുന്ന പരിപാടികൾ? ഒരു 3 പദ്ധതികൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? പ്ലാനൊക്കെ ഉണ്ടെന്നറിയാം. 25 കോടി അടിച്ചാലേ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തായിരിക്കും ഒന്ന് പറയാമോ?
25 കോടി അടിച്ചാലേ ഒരു 12.5 കോടി കിട്ടും അല്ലേ? 12-12.5 കോടി രൂപ കിട്ടും. ടാക്സ് എല്ലാം സാറേ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. 12 കോടി. അത് ഞാൻ ബാങ്കിൽ ഇട്ടിട്ട് നമ്മളെ പെങ്ങൾക്കോട് ചോദിക്കും എത്ര നല്ല വീട്. എൻ്റെ മരുമക്കളുണ്ട്, പെങ്ങളും മരുമക്കളുണ്ട്. അവർക്ക് നല്ലൊരു വീട്, അവർക്ക് എന്നാ കാഴ്ചപ്പെടാം അവർക്ക് വീട് എടുത്തു. എനിക്ക് അങ്ങനത്തെ ഒരു കാഴ്ചയില്ല. എനിക്ക് കല്യാണം കഴിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. കാറ് പണിക്കണം, ബസ്സിൽ നടക്കണം, അല്ല ബാർ കയറി വെള്ളടിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല. കുറെ ആൾക്ക് വെള്ളം മേടിച്ചു കൊടുക്കണം, അങ്ങനെ മദ്യം ഒരാൾക്കും ഞാൻ മേടിച്ചു കൊടുക്കില്ല. അപ്പോൾ കയ്യാത്താക്ക് ഞാൻ ലോട്ടറി വെക്കാത്ത കുറെ കയ്യാത്തുണ്ട്, അവരെ കുറച്ച് സഹായിക്കും, അത്രയും നന്ന കയ്യാത്താക്ക്. അല്ല പ്രകാശ് ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്. പിന്നെ അതിയിടം പിന്നെ ഒരു നമ്പൂരിപ്പോണ്ട്, അവർ പണ്ട് ശാന്തി കഴിച്ചെന്ന്, അവർ 1-2 അവരെ ഞാൻ സഹായിക്കലുണ്ട്. അവർ ബന്ധുക്കൾ പാലക്കാടാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, പ്രകാശ് ചേട്ടൻ ബാച്ചിലറാണോ? ബാച്ചിലറാണോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? വേറെ വലിയ ഇതൊന്നുമില്ല. ഇല്ല, കല്യാണം കഴിച്ചില്ല. ഞാൻ ബോംബെയിലെ സമയത്ത് ഞാൻ നാട്ടിൽ വന്നിനി. അപ്പോൾ അതിയിടം ആവാത്ത ഒരു പെണ്ണിനെ കണ്ടിനി. അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച് എൻ്റെ ഒരു പെങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചു. ഞാൻ ബോംബെ പോയിട്ട് വരുമ്പോൾ അവളെ കഴിയുകയും ചെയ്തു. പിന്നെ ആ പെണ്ണിനെ വിചാരിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആത്മാർത്ഥതാണല്ലോ. കേൾക്കുന്നില്ല. എന്തായാലും പ്രകാശ് ചേട്ടാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അമ്മ പറഞ്ഞ പോലെ തന്നെ പ്രകാശ് ചേട്ടാ ആ ജീവിതം തുടരുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ മുന്നത്തെ ചരിത്രമൊക്കെ ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ ഓണം ബമ്പർ അടിച്ച അല്ലെങ്കിൽ ബമ്പർ അടിച്ച ആളുകളൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചേട്ടനെ അടിക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നോക്കിയും കണ്ടുമൊക്കെ ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പ്രകാശ് ചേട്ടന് ബമ്പർ അടിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 93 ടിക്കറ്റുകളാണ് പ്രേക്ഷകർ ഇത്തവണ പ്രകാശൻ ചേട്ടൻ്റെ കയ്യിൽ ഉള്ളത്. കഴിഞ്ഞ തവണ 100 ഉണ്ടായിരുന്നു, അത് 100 തികയ്ക്കാനുള്ള മണിക്കൂറുകളുണ്ട്. ചേട്ടൻ അതുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സന്തോഷം ചേട്ടാ, താങ്ക് യു സോ മച്ച് വന്നതിൽ, സംസാരിച്ചതിൽ. കേൾക്കാവോ പ്രകാശൻ ചേട്ടൻ കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും അത് തന്നെയാണ്. അപ്പം പ്രകാശൻ ചേട്ടനെ പോലെ എത്രയോ മലയാളികൾ അല്ലേ ഇതുപോലെ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടാവും. 93 എനിക്കറിയില്ല, എന്നാൽ പോലും ഒട്ടനവധി ടിക്കറ്റുകൾ എടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ലോട്ടറി വെബ്സൈറ്റിൻ്റെ മുമ്പിലൊക്കെ കാത്തിരിക്കുന്ന മലയാളികളുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനത്തിലെ ആളുകളുമുണ്ട്. പക്ഷേ ആ ലോട്ടറി എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ച് ഒരു ബമ്പർ 25 കോടി എന്നൊരു വലിയ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും 25 കോടി മാത്രമാണ് പറയുന്നതെങ്കിൽ പോലും 20 പേർക്ക് 1 കോടി വെച്ച് ഇത്തവണ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പം എന്തായാലും അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണം കൂടി മലയാളികളും മറ്റുള്ളവരും ഇന്ന് നടത്താനിരിക്കുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും